നിങ്ങൾ ചിന്തിക്ക്, നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ കൂലി കിട്ടും. നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ കൂലി കിട്ടും. ആ കൂലിയെങ്കിലും നേടാൻ ഇബ്ലീസ് വിടുവോ നമ്മളെ? അല്ല മനസ്സിലാക്കണ്ടേ? ഖുർആനി നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ കൂലി കിട്ടും എന്നാ നോക്കാൻ പറ്റുമോ നമ്മളെ കൊണ്ട്? ആ ഖുർആൻ കൈകൊണ്ടെടുക്കാൻ വിടുവോ? ആ ഖുർആൻ നമ്മളൊന്ന് കയ്യിലെടുത്തിട്ട് ഒരു 5 മിനിറ്റ്, ഒരു 2 മിനിറ്റ് അതൊന്ന് തുറന്ന് നോക്കിയിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇബ്ലീസ് നമ്മളെ കൊണ്ട് സമ്മതിക്കൂല. അതൊന്ന് കൈകൊണ്ട് തൊടാൻ പോലും ഇബ്ലീസ് സമ്മതിക്കൂല. ഇനി അത് എടുത്തു വെച്ച് നോക്കാനോ അപ്പൊ നിനക്ക് ഫോൺ വരും. ഇനി ഓതാൻ തുടങ്ങിയാലോ അപ്പൊ കോട്ടുവായിടും ഉറക്കം വരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉള്ളല്ലേ പറഞ്ഞേ? എന്തിനാ അസരണ നോക്കണം? ഉള്ളല്ലേ പറഞ്ഞേ? ഈ ഖുർആൻ എടുത്തു വെച്ച് ഓതാൻ സമ്മതിക്കൂല ഒന്ന്. ഇനി എടുത്തു വെച്ചാൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി വരും. അല്ലെങ്കിൽ ഓതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതുറക്കം വരാത്തവനും ശൈത്താൻ വന്നിട്ട് ബാബാബൂ എന്ന് പറഞ്ഞിട്ട് ഉറക്കാൻ നമ്മളെ. അതാ കൂലി. നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ കൂലി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പിന്നെങ്ങനെ പഠിക്കാൻ വിടാ? പിന്നെങ്ങനെ പഠിക്കാൻ വിടാ? ഇത് പഠിപ്പിക്കാൻ ഉമ്മായി വിടുവോ? ഇപ്പം മദ്രസയില്ല, വീട്ടിൽ ഉസ്താദ്, ഒരു മുസമ്മിൽ ഉസ്താദ് ഓതി അങ്ങോട്ടിടും. ഏത് ഉമ്മയാ പഠിപ്പിക്കണേ? ഏത് വാപ്പയാ പഠിപ്പിക്കണേ? ഇന്ന് ഏത് സൂറത്താടാ പഠിച്ചതെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇന്ന് ചോദിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കുക. മദ്രസയിൽ നമ്മുടെ മദർലാൻഡിന്റെ മുതലാളിയുണ്ട്, ചെരുപ്പ് മുതലാളി. മക്കളെ ഹാഫിദാക്കണമെന്ന് പറഞ്ഞ് അടക്കാം നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. ഇവിടെ കഴിവുള്ള കുട്ടികളൊക്കെ എടുക്കും കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ല പഠിക്കാൻ കഴിവുള്ള കുട്ടികളെയൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ട് കാസർഗോഡ് നിന്ന് വരെ വിളിച്ചു തുടങ്ങി. ഉസ്താദെ എന്നാ തുടങ്ങുന്നതെന്ന്. നമ്മളിപ്പോൾ ഇങ്ങനെ ആകാശം നോക്കിയിരിക്കുക. ഇൻഷാ അല്ലാഹ് പള്ളിയുടെ പണി തീരുമ്പോൾ ഇൻഷാ അല്ലാഹ് തുടങ്ങും. അൽഹംദുലില്ലാ. എന്തായാലും പള്ളിക്കാർ തീരുമാനിച്ചിട്ടുണ്ട് തുടങ്ങാനൊക്കെ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഖൈറിലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഖുർആനൊന്നും തൊടാൻ വിടുന്നില്ല, പിന്നെ പഠിക്കാൻ വിടാ, പഠിപ്പിക്കാൻ വിടാ. അപ്പം നിങ്ങൾ പറഞ്ഞു ഉസ്താദെ നമുക്കതിനൊന്നും സമയമില്ല എങ്കിൽ രണ്ടാമത്തത് കേട്ടോ. അതിനാ ഞാൻ വന്നേ. ഖുർആൻ ഓതും പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ നോക്കുവാനോ ഓതുവാനോ ഉസ്താദെ എനിക്കറിയില്ല എന്ന് പറയുന്ന മുസ്ലിമേ, നീ സങ്കടപ്പെടണ്ട. റസൂലുള്ള രണ്ടാമത് പറയുകയാണ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുന്ന നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖിയാറുകും ഖിയാറുകും ലിനിസാഇഹിന്ന ഖുൽഖാ. രണ്ടാമത്തെ വിഭാഗമാരെന്നറിയുമോ? നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തന്റെ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന രണ്ട്, നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ ഒന്നാമത്തെ മനുഷ്യൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ. രണ്ട് പെണ്ണ് കെട്ടിയിട്ടുള്ളവരല്ലേ? നിങ്ങളുടെ ഭാര്യമാരോട് ആര് നല്ല നിലയിൽ പെരുമാറുന്നുണ്ടോ അവനാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ ഉത്തമനാണോ എന്നറിയാം. വീട്ടിൽ പോയിട്ട് നിന്റെ പെണ്ണും പൊള്ളടി വെച്ചാൽ മതി, അപ്പോൾ പറഞ്ഞേരും ഉത്തമനാണോ ഇല്ലേ. ഇതെങ്ങാനും നിങ്ങളുടെ ഭാര്യമാരുടെ മുന്നിൽ പോയിട്ട് നിന്ന് എന്ത് പഠിപ്പിച്ചിക്ക? ഉസ്താദ് പറഞ്ഞത് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ മനുഷ്യൻ തൻ്റെ ഭാര്യയോട് നല്ല നിലയിൽ പെരുമാറുന്നപ്പോൾ അവള് തന്നെ പറയും നിങ്ങളുടെ കാര്യം പോയെന്ന്. നിങ്ങൾ പുറത്തായി. കാരണം എന്തേ? ഓൾക്ക് ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്ന എത്ര പേരാവുള്ളത്? എന്ന് ചിന്തിക്ക് പടച്ചോനെ. ഈ കാട്ടിക്കിടക്കുന്ന ആൾക്കാരെ പോലെ അതിൻ്റെ പരിഗണന പോലും ഇല്ലല്ലോ ഭാര്യമാരോട്. സ്വന്തം നാട്ടുകാരെ കാണുമ്പോൾ ചിരിക്കും. എന്തൊരു ചിരിയാന്നറിയോ? കണ്ട അയൽവാസിയുടെ ഭാര്യയെ കാണുമ്പോൾ ആമിന ചോറ് കഴിച്ചോ, കാക്ക വിളിക്കാറുണ്ടോ? ഇതിപ്പോൾ ക്ഷീണിച്ചു പോയ ഭക്ഷണമൊന്നും കഴിക്കാറില്ലേ? കെട്ടിയ പെണ്ണിന്റെ കൊടുത്ത് ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. കണ്ടവന്റെ ഭാര്യയോട് ചോദിക്കും അല്ലേ? എടാ, സ്വന്തം ഭാര്യയോട് ചോദിക്കുന്നില്ല ആമിന നിനക്ക് സുഖമാണോ, നീ വല്ലതും കഴിച്ചോന്ന് പെണ്ണുമ്പോഴോട് ചോദിക്കും. അതില്ല. അപ്പുറത്ത് പറയും നീ ക്ഷീണിച്ചു പോയിട്ടാ, എന്താ ഇപ്പൊ ഇത്ര ടെൻഷൻ, എന്താ ബേജാറെന്താ? ഇതിപ്പോ ഒക്കെ വിളിക്കണമെന്നില്ല, ചിലവരൊന്നും കിട്ടണില്ലേ? ആരാ? സ്വന്തം പെണ്ണുമ്പിള്ളക്ക് ഒരു ചുരിദാറ് വാങ്ങി കൊടുത്തിട്ട് കുറെ കാലമായി. ആ പാപം പുറകെ പിടിച്ചോണ്ട് നടക്ക. എന്റെ പൊന്നാര കക്ക എന്റെ മോതിരം വളയൊക്കെ പൊട്ടിപ്പോയി. ഒരെണ്ണം ഓ പടച്ചവനെ എവിടെപ്പാ. സ്വന്തം ഭാര്യയോട് നല്ല നിലയിൽ പെരുമാറുന്ന ഭർത്താവ് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകും. അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്.
സ്വന്തം മനസാക്ഷിയോട് ഈ പറയുന്ന എൻ്റെ അവസ്ഥ ഞാൻ ചിന്തിച്ചു പോവാ. ഞാൻ എൻ്റെ കാര്യം നിങ്ങളുടെ കാര്യം എന്തിനാ? എല്ലാവരും ഇങ്ങനെപ്പാ. ഓരോ മനുഷ്യനും അവനവൻ്റെ കാര്യം ചിന്തിച്ചു നോക്കുക. നമ്മുടെ ഭാര്യമാരോട് ഇതെന്നറിയില്ല, സ്വന്തം ഭാര്യമാരോട് ചിലർക്കൊക്കെ വലിയ സ്നേഹട്ടാ, വലിയ സ്നേഹമുള്ള എത്രയോ ആൾക്കാരുണ്ട്. ഭാര്യമാരെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാർ. അള്ളാഹു അവർക്കൊക്കെ നല്ല ജീവിതം കൊടുക്കുമാറാകട്ടെ. എന്നാൽ പടച്ചവനെ ഒരു വേലക്കാരിയുടെ പരിഗണന പോലും കൊടുക്കാത്തവന്മാരുണ്ട്. ഈ അടുത്തിപ്പോൾ ആര് ഷാജിക്കായി വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലാണ്. പടച്ചവനെ തരാക്കൂല്ലി എന്ന് പറഞ്ഞിട്ട് കരച്ചിൽ. ചെലവിന് തരുന്നില്ല എന്ന് പറഞ്ഞ് 2 എണ്ണം കെട്ടി. ഉസ്താദെ എന്നെക്കാളും വയസ്സ് കൂടിയവളെ 2ാമത് കെട്ടി, ചെലവിന് പോലും തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കരച്ചിൽ. ഇതൊക്കെ തന്നെ എപ്പോഴും നടക്കണത്. ഈ 1ഉം 2ഉം കെട്ടണ അങ്ങാതിമാരെയൊക്കെ സമ്മതിക്കണം. 2ഉം 3ഉം കെട്ടണ്ടെന്ന് ഞാൻ പറയണില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ 4 എണ്ണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ട് 4 എണ്ണത്തിനെ വിവാഹം കഴിച്ചാൽ 4നെയും ഒന്നുപോലെ നോക്കാൻ കഴിയണം. അല്ലാതെ ആദ്യത്തെ പെണ്ണിന് പ്രായമായി 2ാമതൊരു ചെറുപ്പക്കാരിയെ കെട്ടിയപ്പോൾ ഓളെ തട്ടിയിട്ട് നീ പൊക്കോ, ഞാൻ അടുത്തടുത്ത് പോവാ, അതല്ല ജീവിതം. ഒരാളെ മറന്നിട്ട് മറ്റൊരാളോട് അങ്ങനെ ഇസ്ലാം പറയുന്നില്ല. 4 ഭാര്യമാരെയും മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ചരിത്രം എടുത്തു നോക്ക്. എല്ലാ ഭാര്യമാരെയും പ്രവാചകൻ എല്ലാ ദിവസവും പോയി കാണുമായിരുന്നു. ഓരോ ദിവസവും ഓരോ ആൾക്ക് നിശ്ചയിച്ചു കൊടുത്തു. ഇന്ന് നിന്റെ ദിവസം, നിന്റെ കൂടെ, നാളെ നിന്റെ കൂടെ. ആരോടും വേർതിരിവില്ല, എല്ലാവരോടും. എന്തിന്? അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ഭാര്യമാരെയും വിളിച്ചു ചോദിച്ചു, ഞാൻ ആയിഷ ബീബിയുടെ വീട്ടിൽ പോയി കടന്നോട്ടെ എന്ന് ചോദിച്ചിട്ടാ പ്രവാചകൻ പോയത്. എവിടെങ്കിലും ഒരു യാത്ര പോയാൽ നിങ്ങൾ മനസ്സിലാക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചപ്പോൾ ഇതിലും കണ്ടൊരു മൊബൈലിൽ കണ്ടു, കുടുംബത്തിലെ ചെറുപ്പക്കാരുടെ കൂടെ, കുടുംബത്തിലെ ബന്ധുക്കളായ ആണുങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്തതിൻ്റെ പേരിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു. ആലോചിക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബിലാലെ, ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിൽ നീ പോയിട്ട് പറയണം, ഈ വർഷം ഞാൻ ഹജ്ജിന് പോകുന്നുണ്ട്, വരുന്നവരൊക്കെ എൻ്റെ കൂടെ വരാൻ തയ്യാറായിക്കൊള്ളാൻ. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് എല്ലാ ഭാര്യമാരോടും പറഞ്ഞ് ഞാൻ ഹജ്ജിന് പോകാൻ ഒരുങ്ങിക്കോളാൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ യാത്ര പോകുമ്പോൾ എങ്ങനെ പോകണോ? ഒറ്റയ്ക്ക് പോകണോ? ഭാര്യയും കൊണ്ടുപോകണോ? അന്യവന്റെ ഭാര്യയും കൊണ്ടുപോകണം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നീ കറങ്ങാൻ പോകുമ്പോൾ ആമിന നീ അതിനകത്ത് കിടന്നോ, ഞാൻ പോയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. ചങ്ങാതിമാരെ വിളിച്ചിട്ട് കറങ്ങാൻ പോവാം. പാപ ആമിന ഇന്ന് വരെ ലുലുമാൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ എവിടെങ്കിലൊക്കെ പോകണമെന്ന് പറയുമ്പോൾ ഒന്ന് വിളിച്ചോണ്ട് ചങ്ങനാശ്ശേരി വരെ പോയി കറങ്ങിയിട്ട് തിരുവല്ല വഴി ഒരു ചായയും കൊടുത്ത് വീട്ടിൽ കൊണ്ടുവിടും. ഇതാ നമ്മുടെ ഇറക്കം. ചങ്ങായി, നീ കറങ്ങാൻ പോകുമ്പോൾ, നീ യാത്ര പോകുമ്പോൾ നിന്റെ ഭാര്യയും കൊണ്ടുപോകും എന്നാണ് ഇവിടെ ഈ ചരിത്രത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പെണ്ണുങ്ങൾ വീട്ടിൽ ഇരുന്ന് വഴുത് വെക്കുന്നുണ്ടാകും. കുടുംബ കലഹം ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കണില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് സാരിയണ്ണ? സാരിയണ്ണ ഫുള്ള് കറക്കവാ. പാവത്തിന് ഇന്നും കൊണ്ടുപോകാറില്ല. ആ പാവത്തിനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഇൻഷാ അല്ലാഹ് കേൾക്കട്ടെ, നല്ലപോലെ കേൾക്കട്ടെ. അൽഹംദുലില്ലാ. വിഹർവാടി അജീറൊക്കെയായിട്ട് പുള്ളി യാത്രയാ, എങ്ങോട്ടും കൊണ്ടുപോകാറില്ല. ചോദിച്ചാൽ പറയും കട 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 കട. അതന്നെ കട എപ്പോഴും. ഇൻഷാ അല്ലാഹ് അള്ളാഹു പാവ നമ്മുടെ വഴുത് വെക്കാറുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. എന്തോ സജിയണ്ണ എല്ലാവരും നോക്കുന്നില്ല. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഭാര്യമാരെയൊക്കെ വല്ലപ്പോഴും കൊണ്ടുപോകണം. എന്നും കടയും കച്ചവടമായിട്ട് നടന്നാൽ പോരാട്ടാ. നാസറണ്ണനൊക്കെ പ്ലംബിങ്ങും വയറിങ്ങും ആയിട്ട് നടക്കുന്നവരുണ്ട്. ഫ്രൂട്ട്സ് കട, ബേക്കറി. നസീറണ്ണ എഴുന്നേറ്റ് ഓടി എങ്ങോട്ടെങ്കിലുമൊക്കെ വിളിച്ചോണ്ട് പോകണം. എനിക്ക് ചായയല്ല, ഭാര്യ എങ്ങോട്ടെങ്കിലും വിളിച്ചോണ്ട് പോകണം. ഇൻഷാ അല്ലാഹ് എങ്ങോട്ടെങ്കിലും അൽഹംദുലില്ലാ ഭാര്യമാരെയൊക്കെ ഒന്ന് വിളിച്ചു കൊണ്ടുപോകും. അതൊക്കെയാ സന്തോഷം. അൽഹംദുലില്ലാ ഒന്ന് കൊണ്ടുപോകണം. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. നല്ല നിലയിൽ പെരുമാറുക. ഈ നല്ല നിലയിൽ പെരുമാറുക എന്ന് പറയുന്നത് ഭാര്യ ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കണം, അവളെ സ്വർണ്ണക്കട്ടിൽ അങ്ങനെയൊന്നും അല്ലടോ. ഒന്ന് സംസാരിക്കുക, സന്തോഷത്തോടു കൂടി പെരുമാറുക, അവളുടെ ആവശ്യങ്ങൾ അറിയുക. അല്ലെങ്കിൽ അവൾക്ക് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ ഭാര്യമാരുടെ പരാതി എന്തെന്നറിയോ? ഞാൻ പറയണത് എൻ്റെ ഭർത്താവ് കേൾക്കണില്ല എന്നുള്ളതാണ്. ഭാര്യ പറയുന്നത് എന്താണെന്നൊരു 10 മിനിറ്റ് അടുത്തിരുന്നിട്ട് കേട്ട് നോക്ക്. അവൾക്ക് പറയാനുള്ളത് വേറെ ആരോട് പറയാനാ? നാട്ടുകാരോട് പറയാനാ? കാമുകനോട് പറയാനാ? നീ വിവാഹം കഴിച്ച് മഹ്റ് കൊടുത്ത് വിവാഹം കഴിച്ച നിന്റെ ഭാര്യ, അവൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനുള്ള മനസാക്ഷി പോലും ഇല്ലാതെ പോകുന്നല്ലോ ഭർത്താക്കന്മാർക്ക്.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു 10 മിനിറ്റ് ആ പാപത്തിന് വേണ്ടി മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ കുടുംബജീവിതം എത്ര സന്തോഷമുള്ളതാ. നമ്മൾ മനസ്സിലാക്കണ ഒരു ഭാര്യ, ഞങ്ങളിപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇതുവരെ താജ്മഹൽ കാണാൻ പോയിട്ടില്ല. എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. ലോകത്തെ 7 അത്ഭുതങ്ങളിൽപ്പെട്ട ഒരു അത്ഭുതമാണ് താജ്മഹൽ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാത്രയിൽ ഞാനവിടെ കാണാൻ പോയപ്പോൾ ഞാനിങ്ങനെ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. കോടാനി രൂപ ചുലവാക്കിയിട്ട് വലിയ ഒരു കാണാൻ എത്ര ഭംഗിയുള്ള രീതിയിൽ മാർബിൾ കൊണ്ട് മനോഹരമായ ഒരു കൊട്ടാരം പണിത് വെച്ചിരിക്കുന്നു. കണ്ടാൽ ഒരു പള്ളി പോലെ മനോഹരമായിട്ട് താജ്മഹൽ പണിത് വെച്ചിരിക്കുന്നു. ആർക്ക് വേണ്ടി? തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി. അത് നല്ലതോ മോശമോ എന്നുള്ളതല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനിങ്ങനെ അതിനടുത്ത് പോയിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു പോയി, ആർക്ക് വേണ്ടിയാ ഒരു മുസ്ലിം ഭരണാധികാരി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, നിങ്ങൾ പറയുന്നു ഉസ്താദ് അതിനെ അനുകൂലിച്ചെന്നല്ല, ഞാൻ ചിന്തിച്ചത്, പടച്ചവനെ, ആ മനുഷ്യൻ ഇങ്ങനെ പണിയണമെങ്കിൽ ആ ഭാര്യയോട് എത്ര സ്നേഹമുണ്ടായിട്ടുണ്ടാവും. ആ ഭാര്യയോട്, മുംതാസ് എന്ന് പറയുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് അത്ര സ്നേഹമുള്ളത് കൊണ്ടല്ലേ 21 വർഷം അല്ലേ, 22 വർഷം ചെലവഴി, 22 വർഷം കൊണ്ടാണ് അത് പണിത്. അത്ര 20,000 പേര് 22 വർഷം കൊണ്ട് പണിതതാണ് താജ്മഹൽ. ആർക്കു വേണ്ടി? തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സ്മരണയിൽ. അവിടെ 2 പേരുടെയും ഖബർ കിടക്കുന്നു. എല്ലാവരും പോയി സന്ദർശിക്കാറുണ്ട്. ഞാൻ അവിടെ പോയി എന്നിട്ട് ദുആ ചെയ്തു, അള്ളാഹു അവരുടെ ഖബറിനെ വിശാലല്ലേ നമുക്ക് പറ്റുള്ളൂ. മുസ്ലിമീങ്ങളുടെ 2 പേരും മുസ്ലിമീങ്ങളല്ലേ, അവരുടെ ഖബറിൻ്റെ അടുക്ക പോയി നിന്നപ്പോൾ അള്ളാഹു അവരുടെ ഖബറിനെ വിശാലമാക്കാൻ. അങ്ങനെയാണല്ലോ, ഖബർ കണ്ട അങ്ങനെ പറയണമെന്നല്ലേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കാൻ ഒരുപാടുണ്ട്. അത്രയും വലിയൊരു മനോഹരമായ കൊട്ടാരം പണിതിട്ട് 2 പേരും അതിനകത്ത് കിടക്കുകയാ. ഒരു ഫാത്തിഹ ഓതാൻ ആളുണ്ടോ? അത് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, താഴെ കിടക്കുമ്പോൾ ഉപകാരം വേണമെന്ന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നമുക്ക് നൽകുമാറാകട്ടെ. എങ്കിലും ഞാൻ ചിന്തിച്ചു, ഒരു ഭാര്യയ്ക്ക് വേണ്ടി ഒരു ഭർത്താവ് അത്രയും കഷ്ടപ്പെട്ട് ചെയ്യണമെങ്കിൽ ആ മനുഷ്യൻ തൻ്റെ ഭാര്യയെ സ്നേഹിച്ച ആ സ്നേഹം, തൻ്റെ ഭാര്യയോടുള്ള വല്ലാത്ത സ്നേഹം, ആ സ്നേഹമാണല്ലോ അതിനെ പ്രേരിപ്പിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പണ്ടാരോ പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു ഭാര്യ ഭർത്താവിനോട് ചോദിച്ചൊരു ഫോൺ കോളിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്, ആരോ സംസാരിച്ചതാ. ഒരു ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, ഞാൻ മരിച്ചാൽ നിങ്ങൾ എനിക്ക് ഷാജഹാൻ മുംതാസിന് വേണ്ടി താജ്മഹൽ പണിതു, നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് കെട്ടു? അല്ല, എന്താ ഷാജഹാൻ മുംതാസിന് വേണ്ടി താജ്മഹൽ കെട്ടി, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്? നിന്റെ അനിയത്തിയെ ഞാൻ കെട്ടുമെന്ന് പറഞ്ഞ പോലെ. കോമഡിയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളൊന്നുമില്ലപ്പാ, മരിച്ചുപോയ ഭാര്യയ്ക്ക് വേണ്ടി ഒരു സദക്ക കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമോ? നമുക്ക് മക്കളെ പ്രസവിച്ചു തന്ന, നമ്മുടെ മക്കളെ പ്രസവിച്ചു തരികയും നമുക്ക് ഭക്ഷണവും വീടും റൂമും എല്ലാ സൗകര്യവും ചെയ്ത് നമുക്ക് വേണ്ടി അള്ളാഹു കൊടുത്ത ജീവിതം മാറ്റിവെച്ച നമ്മുടെ ഭാര്യ, ആ പാവം മരണപ്പെട്ട അടുത്ത കല്യാണത്തിനുള്ള പരിപാടിയാണ് തുടങ്ങുന്നത്. നമ്മളിൽ എത്ര പേരാ വന്ന് സഹായിക്കുക? ആ പള്ളിക്കാട്ടിൽ കിടക്കുന്നല്ലോ, അവരുടെ ഖബറിടം വിശാലമാകട്ടെ എന്ന് പറഞ്ഞ് ഒരു സദഖ കൊടുക്കാനുള്ള മനസ്സെങ്കിലും നമ്മളിൽ എത്ര പേർക്കാ ഉണ്ടാവുക? സ്നേഹമെന്ന് പറഞ്ഞാൽ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജയുടെ പേര് പറഞ്ഞ കരയും മുത്തുനബി. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ, റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം എടുത്തു നോക്ക്. ഖദീജ ബീബിക്ക് 40 വയസ്സ്, മുത്തുനബിക്ക് 25 വയസ്സ്. ഇങ്ങനെയല്ലേ വിവാഹം കഴിച്ച്? 25ഉം 40ഉം തമ്മിലുള്ള ഡിഫറൻസ് കൂട്ടി നോക്ക്. ആ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ കൂടെ 25 വർഷം ജീവിച്ചു. 25 വർഷം ജീവിച്ചിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആരെങ്കിലും ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താൽ, ഒരൽപ്പം മാംസം കിട്ടിയാൽ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തുവിടും ഖദീജയുടെ കൂട്ടുകാരികൾക്ക്. ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്കാണ് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തുവിടുന്നത്. കാരണം ഖദീജയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ എന്തു പറഞ്ഞാലും അവസാനം പറയും, എന്റെ ഖദീജ എങ്ങനെയായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ അവരോട് പറയും, നിങ്ങൾ ഖദീജയെ പോലെയാകണം. എന്റെ ഖദീജ അങ്ങനെ ചെയ്യുമായിരുന്നു, എന്റെ ഖദീജ ഇങ്ങനെ ചെയ്യുമായിരുന്നു. എപ്പോഴും ഖദീജയെ കുറിച്ചാണ് പറയുന്നത്. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഖദീജ ബീവിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ മഹദി ആയിഷ
ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല. എപ്പോ നോക്കിയാലും തന്റെ പ്രിയപ്പെട്ട ഖദീജയെ കുറിച്ച് പറയുകയാണ്. ആ സമയത്താണ് ആയിഷ ബീവി ചോദിച്ചത്, നബിയേ, ഈ കിളവിയോട് ഇത്ര സ്നേഹമെന്തേ നബിയേ? എന്റെ ഖദീജ മാത്രമേ ഭാര്യയായിട്ടുണ്ടായിരുന്നു, ആ കിളവിയോട് ഇത്ര സ്നേഹമെന്താ? ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ നബിയേ? ഞങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ദേഷ്യം വന്നപ്പോ പറഞ്ഞപ്പോ തന്റെ ഖദീജയെ കിളവി എന്ന് വിളിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാ. തന്റെ ഖദീജയെ കിളവി എന്ന് വിളിച്ചപ്പോ മുത്തുനബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാ. ആയിഷ, ഒരിക്കലും എന്റെ ഖദീജയെ പോലെയാകാൻ നിനക്ക് കഴിയില്ല ആയിഷ. മുത്തുനബി അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഭാര്യ മറ്റൊരു ഭാര്യയെ കിളവി എന്ന് വിളിച്ചപ്പോ സഹിക്കാൻ കഴിയാതെ മുത്തുനബി കരഞ്ഞു പോയെങ്കിലോ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് ചിന്തിക്കണം, നീ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ഭാര്യയുണ്ടല്ലോ, അവരാരെല്ലാം എന്തെല്ലാം പറയുന്നുണ്ട്, നിന്റെ മാതാപിതാക്കള് പറയുന്നുണ്ട്, നിന്റെ കൂടപ്പിറപ്പുകൾ പറയുന്നുണ്ട്, നിന്റെ മുന്നിലിട്ട് നിന്റെ കുടുംബക്കാര് പടച്ചവനെ ഒരു വേലക്കാരിക്ക് നൽകാത്ത പരിഗണന പോലും നൽകാതെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും പറയുമ്പോ പടച്ചവനെ ഒന്ന് തിരുത്താൻ, ഒന്ന് സമാധാനിപ്പിക്കാൻ നമ്മളിൽ പലർക്കും കഴിയാതെ പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെയും ഖദീജ ബീവിയുടെയും ചരിത്രം പഠിക്കണം സഹോദരാ. അല്ലാഹുവിന്റെ റസൂലിനെക്കാളും പ്രായം കൂടിയ, നബിയെക്കാളും പ്രായം കൂടുതലായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീവിക്ക് എപ്പോ നോക്കിയാലും പറയാ, എന്റെ ഖദീജ, എന്റെ ഖദീജ അങ്ങനെ ചെയ്യും, എന്റെ ഖദീജ ഇങ്ങനെ ചെയ്യും, അങ്ങനായിരുന്നു ഖദീജ. ഇങ്ങനെ ഖദീജ ഖദീജ എന്ന് കേട്ടപ്പോ സഹി കെട്ടിട്ട് പറയും, ഈ കിളവിയെടുത്ത് ഇത്ര സ്നേഹം, എന്റെ ഖദീജ മാത്രമേ പെണ്ണുള്ളൂ, ഞങ്ങളെന്താ ഇത് കിളവിയല്ലേ, പ്രായം കൂടിയവരല്ലേ, നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ? അല്ലാഹുവിന്റെ റസൂല് കരയാ. പറഞ്ഞു, നിങ്ങളൊന്നും ഒരിക്കലും എന്റെ ഖദീജ, അപ്പോഴും പറഞ്ഞത് വിട്ടുകൊടുത്തില്ല, എന്റെ ഖദീജയെ പോലെ. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ, ഖദീജ വരുമ്പോ പറഞ്ഞേക്കണം അല്ലാഹു സലാം പറഞ്ഞെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നില് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് ചോദിക്കട്ടെ, എവിടെ ഖദീജ, എവിടെ ഖദീജ? എന്തേ ജിബ്രീലേ? അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്നു നബിയെ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ വരുമ്പോ പറയണം, അല്ലാഹു സലാം പറഞ്ഞു, ഈ ജിബ്രീൽ സലാം പറഞ്ഞെന്ന് പറഞ്ഞേക്കണം നബിയെ. അല്ലാഹു സലാം പറഞ്ഞവളാ മഹദി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ. 25 കൊല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദം ഉയർത്തിയിട്ടില്ല മുത്തുനബിയുടെ മുന്നിൽ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ചേ, എടാ, ഈ കൂടെ പഠിക്കുന്ന 2 ചെറുപ്പക്കാർ തമ്മിൽ, 2 ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവർ വിവാഹം കഴിക്കും. എങ്ങനെ? ഡാ ഇങ്ങോട്ട് വാടാ, ആരെ വിളിക്കണ? കാക്കാനെ, കെട്ടിയവനെ. ഭർത്താവിനെ വിളിക്കട്ടെ, ഇങ്ങോട്ട് വാടാ, അടി ഇങ്ങോട്ട് വാടാ, ഇങ്ങനെ വിളിക്കണ, ഡാ അടി. കാരണം അതൊരു ബന്ധം, കൂട്ടുക, അങ്ങനെയായി ബന്ധം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങൾക്ക് 25 വയസ്സ് 40 വയസ്സ് വ്യത്യാസം. എത്ര വയസ്സ്? 15 വയസ്സിന്റെ വ്യത്യാസം. എത്ര വയസ്സ്? ഈ 15 വയസ്സിന്റെ വ്യത്യാസമുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ പോലും 25 കൊല്ലത്തിന്റെ ഇടയിൽ ഒരു പ്രാവശ്യം പോലും റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ എന്തേ എന്നൊന്ന് ശബ്ദമുയർത്തിയിട്ടില്ല. 25 കൊല്ലം ജീവിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പ്രവാചകൻ കേട്ടിട്ടില്ല ഖദീജയുടെ ശബ്ദം.
എന്തേ എന്ന് ഒന്ന് വലിയ ശബ്ദത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ 25 കൊല്ലം ഒരിക്കപ്പോലും ഏത് സമയത്തും എത്ര ദേഷ്യം വന്നിട്ട് പോലും ഖദീജ ബീബി ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ ഖദീജയ്ക്ക് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമുണ്ട്. എന്റെ ഖദീജയ്ക്ക് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമുണ്ട്. സാധാരണ കൊട്ടാരമല്ല, ഒരു മുത്തിന്റെ കൊട്ടാരമാണ്. പടച്ചവനെ വെളിയിൽ നിന്ന് നോക്കിയാൽ അല്ലാഹുവേ അകംഭാവം കാണുന്ന, ഉൾഭാഗം മുഴുവനും കാണുന്ന മനോഹരമായ ഒരു മുത്തിന്റെ കൊട്ടാരം, ഒരു മനുഷ്യനും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്താണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ ഖദീജയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. എന്തിനെന്നറിയുമോ? 25 കൊല്ലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലമാ എന്ന് പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ഭാര്യമാർക്കും തന്റെ ഭർത്താവിന്റെ മുന്നിൽ ശബ്ദമുയർത്താതെ ഭർത്താവിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ആ മനുഷ്യന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുകയും ചെയ്യുന്ന പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരി, നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൻ്റെ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്ന ഭർത്താവ്, ആ ഭർത്താവാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ. ഇത് പറയുമ്പോൾ ചില ഭാര്യമാര് ഭർത്താവിനെ വരച്ച വരയിൽ നിർത്തുന്ന താത്താമാരെ നമുക്കറിയാം. പാവപ്പെട്ടവൻ, നമ്മൾ പടച്ചവനെ നമ്മൾ ചിന്തിക്കാറുണ്ട്, അല്ലാഹുവേ എന്താ സിംഹത്തിന്റെ മുന്നിൽ പോയി പെട്ടതുപോലെ ചില ഒരു വിലയില്ല. നമുക്കറിയുന്ന എത്രയോ ഭർത്താക്കന്മാർ നമ്മുടെ മുന്നിലൊക്കെ വലിയ ആൾക്കാരെ പോലെ നടക്കും. പക്ഷേ ഭാര്യയുടെ മുന്നിൽ ഒരു വിലയില്ലാതെ, എന്താ പറയുക, ഒരു പ്രത്യേകതരം ജീവികളെ പോലെ കിടന്ന് ചാടുന്ന ചില പെണ്ണുങ്ങളുണ്ട്. ഭർത്താവിനോട് ബഹുമാനമില്ല, അയാൾ ആദരിക്കണില്ല. അദ്ദേഹത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലോകത്ത് ആരുടെയെങ്കിലും മുന്നിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുന്നിൽ ചെയ്യാൻ ഞാൻ പറയുമായിരുന്നു. അത്രയും ബഹുമാനം കൊടുക്കണം ഭർത്താവിന്. ആരാ കൊടുക്കുക? ചില പെണ്ണുങ്ങൾ. സങ്കടം തോന്നാറുണ്ട് ചിലരുടെ ജീവിതം കാണുമ്പോൾ. മക്കളെ ഓർത്തിട്ടൊക്കെ ഇങ്ങനെ ജീവിക്കണ ചില ഭർത്താക്കന്മാരും ഉണ്ട്. അല്ലാഹു അവർക്ക് അയ്യൂബ് നബിയുടെ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആകെ സമാധാനവത, അയ്യൂബ് നബിയുടെ പ്രതിഫലം കിട്ടും. ഭർത്താവിൻ്റെ പീഡനങ്ങൾ സഹിച്ച് ജീവിക്കുന്ന മക്കളായിപ്പോയി. കുടിയനാണെങ്കിലും പെണ്ണുപിടിയനാണെങ്കിലും കള്ളനാണെങ്കിലും എത്ര വൃത്തികെട്ടവനാണെങ്കിലും 3-4 മക്കളായി പോയില്ലേ ഉസ്താദ്, എന്ത് ചെയ്യാനാ, ഇനി ജീവിതം എങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് പറഞ്ഞ് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന പെണ്ണുങ്ങളെ നമുക്കറിയാം. അവർക്ക് ആസിയ ബീവിയുടെ പ്രതിഫലം, ഫിറഔനിന്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ ഇങ്ങനെയുള്ള പെണ്ണിന് കൊടുക്കുക. അതുപോലെ തന്നെ ഭാര്യയുടെ പീഡനം സഹിച്ച് ജീവിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അവർക്ക് പാവം കേസൊന്നുമില്ല, കോടതിയൊന്നും പോകാൻ പറ്റില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുത്തുവാക്കും പരിഹാസവും കളിയാക്കലും നാണം കെടുത്തലും പ്ലസ് വേണയപ്പെടുത്തുകൂടി മറ്റവരുടെ മുന്നിൽ വെച്ചിട്ട് വാണാന്ന് പറഞ്ഞ് അടക്ക എന്ന് പറഞ്ഞ ഭർത്താവിനെ പരിഹസിക്കുന്നവരുണ്ട്. ഭർത്താവ് തന്നെ നമ്മൾ ചിന്തിക്കണം. ഇവിടെ പെണ്ണുങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കുട്ടികൾ വന്നിട്ട് ഉമ്മടുത്ത് വരും, ഉമ്മ അവിടെ വരെ പോണം, അത് വിട്ടേരാ, നീ പറയൊന്നും വേണ്ട, പോയേക്ക. ഒരു വിലയില്ല വാപ്പായ്ക്ക്, ഒരു വില കൊടുക്കാത്തവർ. എന്നാൽ ഇതൊന്നും എന്തൊക്കെ പറഞ്ഞാലും കേൾക്കാത്തതുപോലെ ജീവിക്കണ എത്രയോ ആണുങ്ങളുണ്ട്. അവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രതിഫലമാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറ്, എല്ലാവരോടും നീതി കാണിക്ക്, അവർക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കൊടുക്ക്, അവർക്ക് പറയാനുള്ളത് കേൾക്ക്, സ്നേഹത്തോടെ പെരുമാറ്, ഒരു പരിഗണന കൊടുക്ക്. നിനക്ക് വേണ്ടി അവളുടെ വീടും അവളുടെ മാതാപിതാക്കളും അവളുടെ നാടും കുടുംബവും വിട്ടിട്ട് നിന്റെ കൂടെ ഇറങ്ങി വന്നവളാ നിന്റെ ഭാര്യ. ആ ഹിജറ ചെയ്തു വന്ന പെണ്ണിനെ ആദരിക്കലും ബഹുമാനിക്കലും അവൾക്ക് പരിഗണന കൊടുക്കലും നിന്റെ ബാധ്യതയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹു ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുക്കും ലി അഹ്ലി വ അന ഖൈറുക്കും ലി അഹ്ലി. ആയിഷ ബീബി റളിയല്ലാഹു തആല
തആല നിവേദനം ചെയ്യുന്ന ഹദീസ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങളിൽ ഉത്തമൻ തന്റെ ഇണയോട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നവനാ. ഞാൻ നിങ്ങളിൽ തന്റെ ഇണയോട് നല്ല നിലയിൽ വർത്തിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പലരും പറയും, ഉസ്താദേ ഭാര്യയെ പുറത്തു കൊണ്ടുപോകാൻ സമയമില്ല, സംസാരിക്കാൻ സമയമില്ല, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സമയമില്ല, കാരണം തിരക്കാണ്. എങ്കിൽ ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാൻ എന്റെ ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്നവനാ. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. അതുകൊണ്ടാണ് മുത്തുനബിയുടെ വഫാത്തിന് ശേഷം, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ആ ജനാസ കൊണ്ടുപോയി ഖബറടക്കിയിട്ട് വരുമ്പോഴാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അതാ സ്വഹാബത്ത് ചോദിച്ചു, ആയിഷ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? ഭർത്താവിന്റെ ജനാസ കൊണ്ടുപോയി ഖബറടക്കിയിട്ട് വരുന്ന ആരോ എന്ന് ചോദിക്കുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാ, നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയായിരുന്നു? നിങ്ങളുടെ ഭർത്താവിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? പടച്ചവനെ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? കാന ഖുലുഖുഹു ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു. എന്റെ ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചാണ് പറയുന്നത്. എന്റെ ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു. ഖുർആൻ പറഞ്ഞതുപോലെയാണ് എന്റെ ഭർത്താവ് ജീവിച്ചിരുന്നത്. എന്ത് സന്തോഷമെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ച ഒരു ഭാര്യയ്ക്കും പരാതിയില്ല. അവിടെ അങ്ങനെ ചെയ്തു നീതി കാണിച്ചില്ല എന്നൊരാളും പറയുന്നില്ല. പട്ടിണിയാണെങ്കിൽ പട്ടിണി, ദാരിദ്ര്യമാണെങ്കിൽ ദാരിദ്ര്യമുണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. എന്ത് സന്തോഷമുള്ള ജീവിതമെന്നറിയുമോ? അതുകൊണ്ടാണ് ആകാശത്തിന്റെ കീഴിൽ ഏറ്റവും മനോഹരമായത് എന്തെന്നറിയുമോ? ഭാര്യ ഭർത്താവും തമ്മിലുള്ള ജീവിതമാണെന്ന് അവിടെ നിന്ന് ചരിത്രകാരന്മാര് പറഞ്ഞു തരുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ ജീവിക്കണം. ഒരു ഭാര്യയും ഭർത്താവും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ജീവിച്ചാൽ അതിനേക്കാളും ആനന്ദമുള്ള, അതിനേക്കാളും സുഖമുള്ള, അതിനേക്കാളും സന്തോഷമുള്ള, അതിനേക്കാളും സമാധാനമുള്ള ഒന്നും ഈ ദുനിയാവിലില്ല സഹോദര. അവരുടെ ജീവിതം തന്നെ സ്വർഗമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾ വിവാഹം കഴിക്കൂ, നിങ്ങൾ വിവാഹം കഴിക്കൂ, നിങ്ങൾ വിവാഹം കഴിച്ചാ നിങ്ങൾക്ക് സമാധാനം കിട്ടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്തിനാ ചരിത്രം പറയുന്നത്? അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം ഈ ലോകത്തെ ആദ്യത്തെ മനുഷ്യനല്ലേ ആദം നബി. ആദം നബി സ്വർഗത്തിലൂടെ നടക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് സ്വർഗത്തിൽ പോകണം. അതിനു വേണ്ടിയാണ് നിസ്കരിക്കുന്നത്, അതിനു വേണ്ടിയാണ് ഖുർആൻ ഓതുന്നത്, അതിനു വേണ്ടിയാണ് രാവിലെ മുതൽ വൈകുന്നേരം 9:30 വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് ഒന്ന് കിടന്നിറങ്ങാൻ കിട്ടുന്ന സമയത്ത് ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് വഅദ് കേൾക്കാൻ മാത്രമല്ല. അല്ലാഹുവേ, ഇതിന് പകരം നീ എനിക്ക് സ്വർഗം തരണേ അല്ലാഹ്. ഈ സ്വർഗത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പടച്ചവനെ സിനിമയും സീരിയലും കണ്ടുകൊണ്ട് പെണ്ണുങ്ങൾ കരഞ്ഞു വിളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വെള്ളിയാഴ്ച രാവിലെ പടച്ചവനെ മൊബൈൽ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ ഉമ്മ പെങ്ങന്മാരെന്റെ ചെറുപ്പക്കാര് മണിക്കൂറുകൾ കാത്തിരിക്കുന്നതും ദിനമറിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ദുനിയാവിൽ 2 സ്വർഗമുണ്ട്, ദുനിയാവിൽ 2 സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൽ അവര് സ്വർഗത്തിലിരിക്കാൻ പടച്ചവനെ ഇൽമ പറയുന്നത് കേൾക്കാൻ ഒരവസരം അല്ലാഹു തന്നല്ലോ. ഇതിന് പകരം അല്ലാഹു എനിക്ക് സ്വർഗം നൽകുമല്ലോ. ആ സ്വർഗത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും വഅദ് കേൾക്കുന്നത്, സർവ്വ നന്മകളും
ചെയ്യുന്നത് എങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗമെത്ര മനോഹരമാണ്. ആ മനോഹരമായ സ്വർഗ്ഗത്തിലാണ് ആദം നബി അലൈഹിസ്സലാം കടന്നുപോയത്. സ്വർഗ്ഗത്തിന്റെ അരുവികൾ, സ്വർഗ്ഗത്തിലെ പഴങ്ങൾ, സ്വർഗ്ഗത്തിലെ പദവികൾ, സ്വർഗ്ഗത്തിലെ കൊട്ടാരങ്ങൾ. അല്ലാഹുവേ, ആദം നബി സ്വർഗ്ഗത്തിലൂടെ നടക്കുകയാ. അല്ലാഹു ചോദിക്കുന്നു, ആദമേ, എന്തേ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? എന്തേ നിനക്കൊരു സുഖമില്ലാത്തത്? അല്ലാഹുവേ, ഒറ്റയ്ക്ക് നടന്നു മടുത്തുറപ്പേ, ഒറ്റയ്ക്ക് നടന്നും മടുത്തുറപ്പ്. എവിടെ വെച്ചാ പറയുന്നത്? അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനോ. അള്ളാന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലെ പഴങ്ങൾ തിന്നുകൊണ്ട് നടക്കുന്ന ആദം നബി, ആ സ്വർഗത്തിന്റെ സർവ്വ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ നടക്കുന്ന ആദം നബി അവിടെന്ന് പറയുന്നു, അല്ലാ, ഇതൊക്കെ കിട്ടിയിട്ടും എന്തോ ഒരു കുറവുള്ളതുപോലെ. ആദം നബി സ്വർഗത്തിൽ കൂടെ നടക്ക, അതിനേക്കാളും ഒന്നും ഈ ലോകത്തില്ല, സ്വർഗത്തിനേക്കാളും വലിയ ഒന്നും ഈ ലോകത്തില്ല. അള്ളാന്റെ ഖുർആൻ പോലും പറഞ്ഞത് നിങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചാൽ തിരിയില്ല എന്നാ. അത്രയും വലിയ സ്വർഗത്തിലൂടെ ആദം നബി നടക്കുമ്പോഴും സന്തോഷമില്ല. എന്തേ ആദവേ സന്തോഷമില്ലാത്ത? എന്തോ ഒരു കുറവുള്ളതുപോലെ. ഹവ്വാ റളിയല്ലാഹു തആല അൻഹ, അള്ളാഹു ഹവ്വാ ബീബിയെ സൃഷ്ടിച്ചു കൊടുത്തപ്പോഴാണ് ആദം നബി പറഞ്ഞത്, ഇപ്പോഴാ അള്ളാഹ് സന്തോഷം ഉണ്ടായത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാ ഭാര്യയും ഭർത്താവും, അതാണ് ഭാര്യയും ഭർത്താവും. ആദ്യത്തെ വിവാഹം നടന്ന് എവിടെ വെച്ച്? പറമനിച്ച ഒന്നാമത്തെ ഉത്തമനെന്ന പ്രവാചകനെ പരിചയപ്പെടുത്തിയ ഒന്നാമത്തെ വിഭാഗം, മൻ തഅല്ലം ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമാ. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, രണ്ടാമത്തെ വിഭാഗമാരാ? നിങ്ങൾ പറയും, ഉസ്താദേ, ഞങ്ങൾക്ക് ഖുർആൻ പഠിക്കാൻ കഴിഞ്ഞില്ല. അവിടെന്ന് ഖുർആൻ നേരവും ഓതാൻ അറിയാത്തവരാണ് ഞങ്ങളിൽ പലരും. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര്, ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിലും നോക്കാൻ നിനക്കല്ല കണ്ണ് തന്നിട്ടുണ്ടല്ലോ. ആ കണ്ണുകൊണ്ട് നിനക്ക് ഖുർആനൊന്ന് നോക്കിക്കൂടെ? ഓതാൻ അറിയാത്ത സഹോദരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നോക്കിയിരുന്നാൽ എന്തിനാ ഓതാൻ അറിയുകയോ അറിയാതിരിക്കുകയോ? നിങ്ങൾക്ക് റബ്ബ് കണ്ണിന് കാഴ്ച തന്നിട്ടുണ്ടല്ലോ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മുത്തുനബി അവിടെന്ന് പറഞ്ഞു തരുന്നുണ്ട്, 3 വിഭാഗത്തിൽ നോക്കിയിരിക്കുന്നത് ഇബാദത്താണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3 കാര്യങ്ങളിലേക്ക് നോക്ക്, 3 കാര്യങ്ങളിലേക്ക് നോക്കിയിരിക്കൂ. നോട്ടം വെറുതെയല്ല, നോട്ടം വെറുതെയല്ല. വലതുഭാഗത്തിരിക്കുന്ന മലക്ക് നന്മയായിട്ട് എഴുതുകയാണ്. ഇബാദത്തിന്റെ കൂലിയാണ്, ഇബാദത്തിന്റെ കൂലിയാണ്. സഹാബികൾ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, നോക്കിയാൽ ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമെന്താ? ഒന്നാമതായിട്ട് മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ നോക്കലേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ നോക്കിയിരിക്കുന്നത് ഇബാദത്തിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖുർആനിൽ നോക്കിയിരിക്ക്. ഓതാൻ അറിയില്ലേ? ഓതണ്ട. ഓതാൻ അറിയില്ലേ? ഓതണ്ട. നോക്കിയിരിക്ക്, ഇബാദത്തിന്റെ കൂലി കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി